മോദി ഭരണം നിലനിർത്തുന്ന നിതീഷിനും ചന്ദ്രബാബു നായിഡുവിനും വാരിക്കോരിക്കൊടുത്ത് കേരളവും തമിഴ്നാടും കർണാടകവും ബജറ്റിലേ ഇല്ല. കേന്ദ്ര ബജറ്റിൽ നിതീഷിനെയും നായിഡുവിനെയും ഹാപ്പിയാക്കി മോദി. കേരളത്തിൽ നിന്ന് 2 മന്ത്രിമാരുണ്ടായിട്ടും ഒരു പരിഗണനയും നൽകിയില്ല. മൂന്നാം മോദി സർക്കാരിൻ്റെ ആദ്യ ബജറ്റിൽ ബീഹാറിനും ആന്ധ്രയ്ക്കും പ്രത്യേക പദ്ധതികൾ പ്രഖ്യാപിച്ച് ധനമന്ത്രി നിർമ്മല സീതാരാമൻ. ബീഹാറിൽ വിവിധ മേഖലകളിൽ വികസനത്തിനായി പ്രത്യേക പാക്കേജ് പ്രഖ്യാപിച്ചപ്പോൾ ആന്ധ്രയിലെ പുതിയ തലസ്ഥാന നഗര വികസനം അടക്കം 15,000 കോടിയുടെ പാക്കേജ് മൂന്നാം തവണയും അധികാരത്തിലേറി മോദിയെ വീണ്ടും പ്രധാനമന്ത്രിയാക്കാൻ പ്രധാന സഖ്യകക്ഷികളായത് JDUവും TDPയുമാണ്. അതിനുള്ള പ്രത്യുപകാരവും നന്ദിയുമാണ് ബജറ്റിൽ കണ്ടത്. ബജറ്റ് വായിച്ചത് നിർമ്മല സീതാരാമനാണെങ്കിലും ബജറ്റിൻ്റെ നിർമ്മാതാവ് മോദി തന്നെയാണെന്നാണ് രാഷ്ട്രീയ നിരീക്ഷകർ വിലയിരുത്തുന്നത്. ബീഹാറിലെ റോഡുകൾക്കായി 25,000 കോടിയുടെ വൻ പദ്ധതി ബീഹാർ, ആസാം, ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം സംസ്ഥാനങ്ങൾക്ക് പ്രളയ പ്രതിരോധ പദ്ധതികൾക്കും പുനരധിവാസത്തിനും ധനസഹായം. മറ്റ് സംസ്ഥാനങ്ങൾക്ക് ഇതൊന്നും ബാധകമായില്ല എന്ന് കണ്ടെത്തലിന് പ്രതിപക്ഷം ആരോപിച്ചു. തികച്ചും പക്ഷപാതപരമായ ബജറ്റ് എന്നാണ് അവരുടെ ആക്ഷേപം. മന്ത്രിസഭാ രൂപീകരണത്തിന് മുമ്പ് നായിഡുവും നിതീഷും വലിയ ഡിമാൻഡുകളാണ് മോദിക്ക് മുൻപിൽ വെച്ചത്. മന്ത്രിസഭയിൽ ഭാഗികമായി പ്രാതിനിധ്യം നൽകി പ്രശ്നം പരിഹരിച്ചു. എങ്കിലും പ്രധാന ആവശ്യം പ്രത്യേക പദവിയാണ്. അതിൽ പിടിച്ചു തൂങ്ങാതിരിക്കാൻ മോദി കണ്ടെത്തിയ കൺകെട്ടാണ് ഈ പ്രത്യേക ബജറ്റിൽ കണ്ടതെന്നാണ് നിരീക്ഷകർ വിലയിരുത്തുന്നത്. ഇതുമൂലം ബീഹാറിലെയും ആന്ധ്രയിലും ജനങ്ങളെ കയ്യിലെടുത്താൽ അവരുടെ സമ്മർദ്ദത്തിന് ശക്തി കുറയും എന്നാണ് മോദിയുടെ കണക്കുകൂട്ടൽ. അതോടൊപ്പം മറ്റ് ദക്ഷിണ സംസ്ഥാനങ്ങൾക്ക് ഒരു മുന്നറിയിപ്പുമാണ് ബജറ്റിലൂടെ നൽകുന്നത്. മോദിക്ക് 5 കൊല്ലം ലോകം ചുറ്റി കറങ്ങി വിലസാനും സ്വന്തം അന്തസ്സ് കൊടിമുടിയിൽ എത്തിക്കാനും ഭരണം നിലനിർത്തേണ്ടത് അത്യാവശ്യമാണ്. മോദിക്ക് മുന്നിലുള്ള ഏകാധിപത്യമെന്ന് പ്രതിപക്ഷ നേതാക്കൾ ആരോപിച്ചു. പ്രാധാന്യം ഇതൊക്കെയാണെങ്കിലും കാർഷികോൽപാദനം വർദ്ധിപ്പിക്കൽ, തൊഴിൽ സാധ്യത, നൈപുണ്യ വികസനം, മാനവശേഷി വികസനം, സാമൂഹ്യ നീതി, ഉൽപാദന സേവന മേഖല, നഗരവികസനം, ഇന്നൊവേഷൻ, ഗവേഷണം, വികസനം, പുതുതലമുറ വികസനം എന്നിവയാണ് ബജറ്റിലെ മുൻഗണനാ വിഷയങ്ങൾ. 30 ലക്ഷത്തിൽ കൂടുതൽ ജനസംഖ്യയുള്ള 14 വൻ നഗരങ്ങളിൽ ഗതാഗത വികസന പദ്ധതികളും ബജറ്റിൽ ഉൾപ്പെടുത്തി. ഈ ബജറ്റ് അവതരണത്തോടെ തുടർച്ചയായി ഏറ്റവും കൂടുതൽ ബജറ്റുകൾ 7 അവതരിപ്പിച്ച CD ദേശ്മുഖിനൊപ്പം നിർമ്മല സീതാരാമനും ഇടം പിടിച്ചു. ഭരണകക്ഷികൾ ഈ ബജറ്റിനെ പ്രശംസിക്കുമ്പോൾ ഇന്ത്യ മഹാരാജ്യത്തിലെ 60 കോടിയിലധികം വരുന്ന പാവപ്പെട്ടവർക്ക് നേരിട്ട് ലഭിക്കാവുന്ന ഒരു പ്രഖ്യാപനവും ബജറ്റിൽ ഇല്ല എന്ന് തന്നെയാണ് ബഹുഭൂരിപക്ഷം ജനങ്ങളും വിശ്വസിക്കുന്നത്. സ്വർണവും വെള്ളിയും മൊബൈലും വില കുറച്ചതുകൊണ്ട് പട്ടിണി പാവങ്ങൾക്ക് എന്ത് പ്രയോജനം? കോരന് കഞ്ഞി കുമ്പിളിൽ തന്നെ. ജനങ്ങളുടെ ക്ഷേമം മുടക്കരുത്. സർക്കാരിന് മാർഗരേഖയുമായി CPM സമിതി. എല്ലാ മാസവും മുടക്കമില്ലാതെ ക്ഷേമ പെൻഷൻ നൽകണം. അംഗൻവാടി, ആശാ വർക്കർമാർ, പരമ്പരാഗത തൊഴിലാളികൾ, പട്ടിക വിഭാഗക്കാർ അടക്കമുള്ള വിഭാഗങ്ങൾക്ക് ആനുകൂല്യങ്ങളും കുടിശ്ശികയും എല്ലാ സമയബന്ധിതമായി നൽകണം. ഈ വിഭാഗങ്ങൾക്ക് അതൃപ്തി ഉണ്ടായതും ജോലി സംബന്ധമായി യുവാക്കൾക്ക് ജോലി നിഷേധമുണ്ടായതും യുവാക്കളെ കൂടെ നിർത്താതെ CPMൻ്റെ മാർഗരേഖയിൽ ചൂണ്ടിക്കാട്ടുന്നു. കഴിഞ്ഞകാല ഭരണത്തിൽ ബഹുഭൂരിപക്ഷം ജനങ്ങളും അതൃപ്തിയിലാണ്. മുഖ്യമന്ത്രിയുടെ നിലപാടുകളിൽ എല്ലാ വിഭാഗക്കാരും പരാതിപ്പെടുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടായ കനത്ത തിരിച്ചടിയിലാണ് CPM സമിതി ഉണർന്നു പ്രവർത്തിക്കാൻ തയ്യാറായത് എന്ന് വേണം വിശ്വസിക്കാൻ. കാരണമെന്ന് ജനങ്ങൾ പറയുമ്പോഴും CPM നേതാക്കൾക്കും മുഖ്യമന്ത്രിക്കും LDFനും ഭരണത്തിലുണ്ടായതും ഇപ്പോൾ CPM സമിതി കണ്ടെത്തലും മുൻകൂട്ടി തിരിച്ചറിയാൻ കഴിഞ്ഞില്ല എന്ന് പറഞ്ഞാൽ
ജനങ്ങൾ ഒരിക്കലും വിശ്വസിക്കില്ല. CPM സമിതി ഇപ്പോൾ കണ്ടെത്തിയ അപാകതകളെല്ലാം ജനങ്ങളിൽ സമുദായ സംഘടനകൾക്കും തുടങ്ങി തെരഞ്ഞെടുപ്പിൽ LDFന് എതിരെ വിധി എഴുതിയവരുടെ അതൃപ്തിയും ഭരണവിദ്വേഷവും പെട്ടെന്ന് മാറ്റാൻ സാധ്യതയില്ല. അടുത്തു വരാനിരിക്കുന്ന പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിലും നിയമസഭാ തെരഞ്ഞെടുപ്പിലും ഇതൊന്നും മാറ്റാൻ ഒരിക്കലും ഇടയാവില്ല എന്നു തന്നെയാണ് രാഷ്ട്രീയ നിരീക്ഷകരും വിലയിരുത്തുന്നത്. 2 ഉപതെരഞ്ഞെടുപ്പ് വിധി കണ്ട് മനസ്സിലാക്കിയിട്ടും ഒരു പുല്ല് വിലയും കൽപ്പിക്കാതെ ജനങ്ങൾ നമ്മളുടെ കൂടെ ഉണ്ട് എന്ന അന്ധമായ ആത്മവിശ്വാസമാണ് വിനയായത് എന്ന് തിരിച്ചറിയുന്നു. ഓണത്തിന് ചിത്രം മാറും. സ്പെഷ്യൽ അരിയോടൊപ്പം ആനുകൂല്യങ്ങൾ നൽകാൻ പണം വരുമെന്ന് മന്ത്രി GR അനിൽ. സാമ്പത്തിക പ്രതിസന്ധി കണക്കിലെടുത്ത് ഇത്തവണയും ഓണക്കിറ്റ് എല്ലാ വിഭാഗക്കാർ കാർഡ് ഉടമകൾക്കും നൽകും. നിലവിൽ വെള്ളക്കാർഡ് ഉടമകൾക്ക് ഓണത്തിന് സ്പെഷ്യൽ അരി വിതരണം ചെയ്യുമെന്നും നീല കാർഡ് ഉടമകൾക്കും 2 കിലോ അരി വീതം നൽകുന്നു. ഓണത്തിന് എത്ര കിലോ അരി കൂടുതൽ നൽകണമെന്ന കാര്യത്തിൽ തീരുമാനം എടുത്തിട്ടില്ലെന്നും മന്ത്രി പറഞ്ഞു. പരമാവധി അരി കൊടുക്കാനാണ് ശ്രമം. ഇതിനു വേണ്ടിയുള്ള ചർച്ചയ്ക്കായാണ് ഡൽഹിയിൽ പോയത്. അനുകൂല മറുപടിയാണ് കേന്ദ്ര സർക്കാരിൽ നിന്ന് ഭാഗത്തു നിന്നും ഉണ്ടായതെന്നും മന്ത്രി GR അനിൽ വ്യക്തമാക്കി. പൊതുവിദ്യാഭ്യാസ വകുപ്പിൽ ഫയലുകൾ വെച്ചു താമസിപ്പിക്കാൻ അനുവദിക്കില്ലെന്ന് മന്ത്രി V ശിവൻകുട്ടി. തൻ്റെ വകുപ്പുകളിൽ ഫയലുകൾ വെച്ചു താമസിക്കുന്നത് അനുവദിക്കാനാവില്ലെന്നും മന്ത്രി ശിവൻകുട്ടി പറഞ്ഞു. ഉപവിദ്യാഭ്യാസ ഡയറക്ടർമാർ അടക്കമുള്ള പൊതുവിദ്യാഭ്യാസ വകുപ്പിലെ ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗത്തിൽ സംസാരിക്കുകയായിരുന്നു മന്ത്രി. നിയമപ്രകാരം പരിഹരിക്കാനാവുന്ന എല്ലാ ഫയലുകളും ഫയൽ അദാലത്തിലൂടെ തീർപ്പാക്കണമെന്നും മന്ത്രി പറഞ്ഞു. നീറ്റ് ഹർജിക്കാരുടെ വാദം പൂർത്തിയായി. കേന്ദ്രത്തിൻ്റെ വാദം തുടരും. നീറ്റ് പരീക്ഷാ ക്രമക്കേടുമായി ബന്ധപ്പെട്ട ഹർജികളിൽ സുപ്രീം കോടതിയിൽ വാദം തുടരും. ഹർജിക്കാരുടെ വാദം ഇന്നലെ പൂർത്തിയായിരുന്നു. ഇന്ന് കേന്ദ്ര സർക്കാരും പരീക്ഷ നടത്തിപ്പുകാരായ LTA-യും തങ്ങളുടെ ഭാഗം വിശദീകരിക്കും. നീറ്റ് ചോദ്യപേപ്പർ വ്യാപകമായി ചോർന്നിട്ടില്ലെന്നും അതിനാൽ പുനഃപരീക്ഷ നടത്തേണ്ടതില്ലെന്നും കേന്ദ്ര വാദങ്ങളെ സുപ്രീം കോടതി ഖണ്ഡിച്ചു.